ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റാണ്. വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു അടിപൊളി നാടൻ സ്റ്റൈൽ കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് കൊഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കൊഞ്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റോ ഒന്ന് മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പം ആ ഒരു മസാലയൊക്കെ പിടിച്ച ഒരു കോട്ടിങ്ങും ഉണ്ടാവും. അതുപോലെ തന്നെ വറുത്തിട്ട് വെക്കുമ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു 3 മിനിറ്റ്സ് ഓഫ് കുക്കിംഗ് മാത്രം മതി പ്രോൺസ് അല്ലെങ്കിൽ കൊഞ്ച് വറക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് അങ്ങ് റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ ജസ്റ്റ് ആ ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ എപ്പോഴും പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീനൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് 2-3 ബാച്ചസ് ആയിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒരു 1.5 മിനിറ്റും അപ്പുറത്തെ സൈഡ് ഒരു 1.5 മിനിറ്റ്, അങ്ങനെ ആകെപ്പാടെ ഒരു 3 മിനിറ്റ് മാത്രം. ഇതിൽ കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത സൈഡും ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് നമുക്ക് നമ്മളുള്ള ചെമ്മീൻ മൊത്തം അല്ലെങ്കിൽ കൊഞ്ച് മൊത്തം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഓവർ കുക്ക് ചെയ്തിട്ട് ഒരിക്കലും ഓവർ കുക്ക് ചെയ്ത് അതിൻ്റെ ആ പക്കാ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊത്തം ഞാനിപ്പം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചട്ടി ചൂടായപ്പോഴേക്കും ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കൊത്തി അരിഞ്ഞ നമ്മുടെ കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു നാടൻ സ്റ്റൈലിൽ വെക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നിടം വരെ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും തന്നെ അരിഞ്ഞതായാലും ചേർക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇവിടെ ചേർക്കുന്നത് 1 കപ്പ് കുഞ്ഞുള്ളിയാണ്. ഉള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി തന്നെ ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവാളയാകുമ്പോൾ ചെറിയൊരു മധുരം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളിയാകുമ്പം എക്സ്ട്രാ ടേസ്റ്റ്. നമ്മൾ സാധാരണ ബീഫ് വെച്ചാലും ചിക്കൻ വെച്ചാലും ഒക്കെ നമ്മൾ കുഞ്ഞുള്ളി യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി കളറൊക്കെ മാറി ഒരു ക്വാണ്ടിറ്റിയിലേക്ക് വരണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടിത് വഴറ്റിക്കൊണ്ടേ ഇരിക്കാം. സോ ഇപ്പോൾ ഉള്ളി ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു പച്ച മണം മാറണം, മഞ്ഞൾ പൊടിയുടെ ആ ഒരു കുത്തലെല്ലാം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെല്ലാ പൊടികളും ചേർത്തിട്ട് നമ്മളതിനകത്ത് പ്രത്യേകിച്ച് പൊടികളൊന്നും കലക്കി അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കി ചേർക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ക്വാണ്ടിറ്റിയുടെ നേരെ ഹാഫ് പോർഷൻ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഉള്ളി നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ മഞ്ഞൾ പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത പൊടികൾ ചേർത്ത് തുടങ്ങാം. ഇനിയിപ്പോൾ നമുക്ക്
മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം കറക്റ്റ് എരിവായിരിക്കും. അപ്പോൾ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 പീസ് നമ്മുടെ കുടംപുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊഞ്ചൊക്കെ കറി വെക്കുമ്പോഴത്തേക്കിനും ആ ഒരു കുടംപുളി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമതൊരു അസിഡിറ്റി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണ്. അതുപോലെ പ്രത്യേകം ഒരു ടേസ്റ്റിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ആ മുളകിൻ്റെ ഒക്കെ ആ പച്ചക്കുത്തൽ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം പച്ച ചൊവയും മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചും കൂടെ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലാ മസാലയൊക്കെ എല്ലാ സൈഡിലും എത്തുന്ന പോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ സമയം വേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മാത്രം മതി. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കാരണം നല്ല കളറൊക്കെ കാണുമ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കൊഞ്ച് റോസ്റ്റാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല പച്ച കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം എൻ്റെ ഒരു എരിവിനനുസരിച്ച് കറക്റ്റ് എരിവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇനിയും വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇതാണ് ഒരു പെരളാൻ പോലെ, ഒത്തിരി വെള്ളമല്ല, എന്നാലും ഒരു ജസ്റ്റ് ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.